സ്ക്രീൻ കാണാൻ പറ്റുന്നില്ല. ഓക്കെ, അപ്പൊ നമ്മള് ലാസ്റ്റ് ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തത് പുതിയൊരു ടെക്നോളജിയെ പറ്റിയായിരുന്നു. ദാറ്റ് ഈസ് മൈക്രോ ഇലക്ട്രോ മെക്കാനിക്കൽ സിസ്റ്റം. അതായത് മൈക്രോ റേഞ്ചിലുള്ള കമ്പണൻസും ഡിവൈസ് ഒക്കെ ഉണ്ടാക്കുന്ന, അല്ലെങ്കിൽ ഒരു മിനിയേച്ചറൈസേഷൻ എന്ന് പറയുന്ന ഒരു അപ്രോച്ചിലേക്കുള്ള ടെക്നോളജി അപ്ഡേഷനെ പറ്റിയായിരുന്നു നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത്. ഇപ്പൊ മെംസ് ബേസ്ഡ് ആയിട്ടുള്ള ഒരുപാട് കമ്പണൻസ് ആണ് ഇന്ന് ഇൻഡസ്ട്രിയലി ഒരുവിധപ്പെട്ട എല്ലാ ഇലക്ട്രോണിക് ഡിവൈസിനകത്ത് യൂസ് ചെയ്യുന്നതിനുള്ള ജനറൽ ആയിട്ടുള്ള കുറെ കാര്യങ്ങൾ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. അപ്പൊ എങ്ങനെയാണ് ഈ മെംസ് ബേസ്ഡ് എലമെന്റ്സ് ഫാബ്രിക്കേറ്റ് ചെയ്യുക, അല്ലെങ്കിൽ മെംസ് ബേസ്ഡ് എലമെന്റ്സ് എങ്ങനെയാണ് പ്രൊഡ്യൂസ് ചെയ്യുക? നമുക്കറിയാം, നമ്മൾ ഉപയോഗിക്കുന്ന മാക്രോ സൈസിലുള്ള ഒരുപാട് കമ്പണൻസ് ഉണ്ട്. നമ്മളിപ്പോ വർക്ക്ഷോപ്പിലൊക്കെ ചെയ്യുന്ന, അല്ലെ നമ്മുടെ ഇവിടുത്തെ ലെയ്ത്ത്, അതുപോലെ മില്ലിംഗ് മെഷീൻ, അങ്ങനെയുള്ള മെഷീൻസ് ഒക്കെ ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ കമ്പണൻസ് ഉണ്ടാക്കുന്നുണ്ട്. നമുക്ക് ആവശ്യമുള്ള കമ്പണൻസ് ഉണ്ടാക്കുന്നുണ്ട്. അതൊക്കെ മാക്രോ സൈസിലുള്ളതാണ്, ഹെവി സൈസിലുള്ളതാണ്. അപ്പോൾ ഇത്രയും മൈന്യൂട്ട് ആയിട്ട് നമ്മൾ ഇന്നലെ പറഞ്ഞു ഏതാണ്ട് 1 mm വരെയൊക്കെ മാക്സിമം സൈസ് വരുള്ളൂ ഒരു ഡിവൈസിന്റെയൊക്കെ. അപ്പൊ അത്രയും മൈന്യൂട്ട് മിനിയേച്ചറൈസ്ഡ് സൈസിലുള്ള കമ്പണൻസ് ഓർ ഡിവൈസ് ഉണ്ടാക്കാൻ ആവശ്യമായ ഫാബ്രിക്കേഷൻ മെത്തേഡുകളെ പറ്റിയാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. സോ മെയിൻലി മെംസ് എന്ന് പറയുന്ന ഈ ടെക്നോളജിയിൽ ഫാബ്രിക്കേഷൻ മെത്തേഡ്സ്, ഒരുപാട് ഫാബ്രിക്കേഷൻ ലേറ്റസ്റ്റ് ടെക്നോളജീസ് ഒക്കെ ഉണ്ട്. ബട്ട് ഒരു ട്രഡീഷണൽ വ്യൂ നോക്കുകയാണെങ്കിൽ 3 മെത്തേഡ് ഉപയോഗിച്ചുകൊണ്ടാണ് മെംസ് ബേസ്ഡ് പ്രോഡക്ട്സ് ഉണ്ടാക്കുന്നത്. ഫസ്റ്റ് വൺ ഡെപ്പോസിഷൻ മെത്തേഡ്, സെക്കൻഡ് വൺ പാറ്റേണിംഗ് മെത്തേഡ്, ആൻഡ് ലാസ്റ്റ് വൺ എച്ചിങ് മെത്തേഡ്. ഇത് ഈ പേരിൽ തന്നെ ഉണ്ട് എന്താണ് ഡെപ്പോസിഷൻ മെത്തേഡ് എന്ന് വെച്ചാൽ എന്തായിരിക്കും എന്നൊക്കെ ഏതാണ്ട് ഒരു ഐഡിയ നമുക്കുണ്ട്. നമ്മൾ പിന്നെ ഐസിയും മെംസും തമ്മിൽ കമ്പയർ ചെയ്യുമ്പോൾ നമ്മളവിടെ പറഞ്ഞത് രണ്ടും ഒരു സിലിക്കൺ ബേസ്ഡ് ആണ്. അതായത് മഴ പെയ്യുന്നുണ്ടോ? ഹലോ, നല്ല മഴയാണ്. ഹലോ ഹലോ ഹലോ, കേൾക്കുന്നില്ലേ? കേൾക്കുന്നുണ്ട്. ഹലോ, കേൾക്കുന്നുണ്ട്. കേൾക്കുന്നുണ്ട്, നേർങ്ങനെ കേൾക്കുന്നുണ്ടോ? ഹെഡ്സെറ്റ് വെച്ചോണ്ട് ഡോറും വിൻഡോസ് ഒക്കെ ക്ലോസ് ചെയ്തിട്ടുള്ളത്. നോക്കാം, അതൊന്ന് കുറച്ചുകൂടി കണ്ടിന്യൂ ചെയ്തോ. നല്ല ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ഒന്ന് പറയട്ടോ. ഓക്കെ, ഇപ്പൊ നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ലെൻസ് ബേസ്ഡ് പ്രോഡക്ട്സ് എങ്ങനെയാണ് ഫാബ്രിക്കേറ്റ് ചെയ്യുക. അതിന് കുറച്ച് ട്രഡീഷണൽ മെത്തേഡ്സിനെ പറ്റി മാത്രമേ നമ്മൾ പഠിക്കുന്നുള്ളൂ. നമ്മൾ അതിന്റെ ഏറ്റവും ലേറ്റസ്റ്റ് ട്രെൻഡിങ് ടെക്നോളജീസിനൊന്നും ഇട്ട് പോകുന്നില്ല. അപ്പോൾ പ്രധാനമായിട്ടും 3 മെത്തേഡ്സ് ഞാൻ പറഞ്ഞു. ഒന്ന് ഡെപ്പോസിഷൻ മെത്തേഡ്, അതുപോലെ ഒന്ന് പാറ്റേണിങ് മെത്തേഡ്, അതുപോലെ എച്ചിങ് എന്ന് പറയുന്ന മെത്തേഡ്. അപ്പോൾ ഈ മെത്തേഡ് എന്താണെന്നുള്ളത് ഇതിന്റെ പേരിൽ തന്നെ ഉണ്ട്. ഡെപ്പോസിഷൻ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം എന്താണോ നമുക്ക് ഇപ്പോൾ ഒരു സിലിക്കൺ സബ്സ്ട്രേറ്റ് എലമെന്റ് എടുക്കുക, ഒരു ബേസിക് ആയിട്ട് അല്ലെങ്കിൽ ഒരു ബേസ് എലമെന്റ് ആയിട്ട് നമ്മളൊരു സബ്സ്ട്രേറ്റ് എലമെന്റ് എടുത്തിട്ട് നമുക്ക് ഏത് ഷേപ്പാണോ വേണ്ടത് ആ ഷേപ്പിൽ നമുക്ക് ഏത് മെറ്റീരിയൽ ആണോ ഡെപ്പോസിറ്റ് ചെയ്യേണ്ടത് ആ ഒരു ഷേപ്പിൽ കൃത്യമായിട്ട് ഡെപ്പോസിഷൻ നടത്തുക. അതായത് നമ്മൾ ഇപ്പം ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ എനിക്ക് വേണ്ടത് ഒരു ഫ്ലാറ്റ് പ്ലേറ്റിന്റെ മുകളിൽ അല്ലെങ്കിൽ ഒരു ഫ്ലാറ്റ് പ്ലേറ്റിന്റെ സർഫസിൽ ഒരു മൈക്രോ സൈസിലുള്ള ഗിയറിനെ എനിക്ക് ഉണ്ടാക്കണം. അപ്പോൾ ആ ഗിയറിന്റെ ഷേപ്പിലുള്ള മെറ്റീരിയൽസിനെ സർഫസിൽ ഡെപ്പോസിറ്റ് ചെയ്യുക.
അപ്പൊ ആ ഡെപ്പോസിഷന് വേണ്ടിയിട്ട് കുറച്ച് മെത്തേഡുകൾ നമ്മൾ യൂസ് ചെയ്യും. അപ്പൊ ആ രണ്ട് മെത്തേഡുകളാണ് ഫിസിക്കൽ ഡെപ്പോസിഷനും കെമിക്കൽ ഡെപ്പോസിഷനും. കെമിക്കൽ എന്താണെന്ന് വെച്ചാൽ കെമിക്കൽ റിയാക്ഷൻസ് നമുക്ക് പറയാം, ഇതൊക്കെ നമുക്ക് പഠിക്കാനുള്ളതാണ്. ഈ ഡെപ്പോസിഷൻ മെത്തേഡിലെ രണ്ട് മെത്തേഡുകൾ, ഫിസിക്കൽ ഡെപ്പോസിഷൻ എന്ന് വെച്ചാൽ എന്താണ്, കെമിക്കൽ ഡെപ്പോസിഷൻ. അതുപോലെ പാറ്റേണിംഗ് എന്ന് പറഞ്ഞാൽ ഇപ്പൊ എനിക്കൊരു സ്പെസിഫിക് ഷേപ്പ്, ഇപ്പോൾ ഞാനൊരു ഷേപ്പ് ഇവിടെ വരയ്ക്കാണ്, ഈ ഒരു ഷേപ്പിലുള്ള സ്ട്രക്ചറിനെ എനിക്കൊരു സബ്സ്ട്രേറ്റിന്റെ മുകളിൽ ഉണ്ടാക്കണം. അപ്പൊ ഈ പാറ്റേൺ, ഈ ഒരു പ്ലസ് ഷേപ്പിലുള്ള ഈ പാറ്റേൺ എനിക്ക് ഒരു സിലിക്കൺ സബ്സ്ട്രേറ്റോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സബ്സ്ട്രേറ്റ് എലമെന്റിന്റെ മുകളിൽ മൈക്രോ സൈസിൽ ഉണ്ടാകും. അപ്പോൾ ഞാൻ ആ ഒരു സബ്സ്ട്രേറ്റ് എലമെന്റിന്റെ മുകളിൽ ഈ പാറ്റേൺ, നമ്മളിപ്പോൾ ഡൈനൊക്കെ പറയുന്ന പോലെ ഈ കൃത്യമായ ഷേപ്പിലുള്ള ഈ പാറ്റേൺ വെക്കുകയും ഈ പാറ്റേണിനനുസരിച്ച് അതിനകത്ത് സംതിങ് കുറച്ച് റിയാക്ഷൻസും കാര്യങ്ങളൊക്കെ നടത്തിയിട്ട് ആ പാറ്റേണിനെ അവിടെ എന്ത് ചെയ്യാണ്, പേസ്റ്റ് ചെയ്തെടുക്കുകയാണ്. അല്ലെങ്കിൽ ആ പാറ്റേൺ അതേപോലെ അവിടെ എച്ചിങ്ങോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും രീതിയിലോ ഈ പാറ്റേൺ അവിടെ ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി ട്രൈ ചെയ്യും. ദാറ്റ് ഈസ് പാറ്റേണിങ് മെത്തേഡ് ഓഫ് ഫാബ്രിക്കേഷൻ. അതിലാണ് ലിത്തോഗ്രഫി. എനിക്ക് തോന്നുന്നത് ഈ ലിത്തോഗ്രഫി നിങ്ങൾ ലാസ്റ്റ് സെമ്മില് അജയ് സാറിന്റെ സബ്ജക്റ്റിൽ പഠിച്ചിട്ടുണ്ട് എന്നാണ് എനിക്ക് തോന്നുന്നത്. കേട്ടിട്ടുണ്ടോ ലിത്തോഗ്രഫി? കേട്ടിട്ടുണ്ട്. ഓക്കെ, നമുക്ക് ഒന്നുകൂടി പഠിക്കാം എന്താണ് ലിത്തോഗ്രഫിക് മെത്തേഡ് എന്നുള്ളത് പഠിക്കാം. സോ ലിത്തോഗ്രഫി എന്ന് പറയുന്നത് നമുക്ക് സ്പെസിഫിക് പാറ്റേൺ, ആ പാറ്റേണിന്റെ ഒരു അച്ച് നമ്മൾ ഉണ്ടാക്കും, ഒരു ഡൈ ഉണ്ടാക്കും, എന്നിട്ട് അത് നമ്മുടെ സർഫസിന് മുകളിൽ വെക്കും, എന്നിട്ട് അതിലേക്ക് നമ്മൾ ചിലപ്പം ഡെപ്പോസിഷൻ നടത്തും, അല്ലെങ്കിൽ ആ ഒരു പാറ്റേണിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള എച്ചിങ് നടത്തും. അങ്ങനെയൊക്കെയുള്ള പരിപാടി നമുക്ക് നോക്കാം എന്താണെന്നൊക്കെ പഠിക്കാം. ദെൻ മൂന്നാമത്തെ മെത്തേഡ് ഓഫ് ഫാബ്രിക്കേഷൻ, ദാറ്റ് ഈസ് എച്ചിങ്. എച്ചിങ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, എന്താ പറയാ, എച്ച് ചെയ്യാന്ന് വെച്ചാൽ എന്താ, ചുരണ്ടി എടുക്കുക അല്ലെ. അപ്പോൾ നമ്മുടെ സബ്സ്ട്രേറ്റ് എലമെന്റിന്റെ മുകളിൽ നമുക്ക് വേണ്ടുന്ന ഷേപ്പിൽ, അല്ലെങ്കിൽ നമുക്ക് വേണ്ടുന്ന ഷേപ്പും സൈസിലും നിലവിലുള്ള സബ്സ്ട്രേറ്റ് മെറ്റീരിയലിൽ തന്നെ ചുരണ്ടി എടുക്കുക, എച്ചിങ് നടത്തുക. അപ്പൊ ആ എച്ചിങ് തന്നെ രണ്ട് തരത്തിൽ എച്ചിങ് ഉണ്ട് എന്ന് പറയുന്നത്. ഡ്രൈ എച്ചിങ് ഉണ്ട്, വെറ്റ് എച്ചിങ് ഉണ്ട്. വെറ്റ് എച്ചിങ് എന്ന് പറഞ്ഞാൽ വെറ്റ് കെമിക്കൽസ് ഉപയോഗിച്ചുകൊണ്ട്, വെറ്റ് കെമിക്കൽ റിയേജൻസ് ഉപയോഗിച്ചുകൊണ്ട് മെറ്റീരിയലിന്റെ ഒരു ഡിസ്റ്റോർഷൻ സംഭവിപ്പിക്കുകയാണ്. അല്ലെങ്കിൽ ഒരു മെറ്റീരിയലിനെ ശരിക്കും നമുക്ക് പറയാം, എച്ചിങ് എന്നുള്ളത് ആക്ച്വലി എന്താ പറയുക, ഒരു കെമിക്കൽ പ്രോസസ്സാണ്. കെമിക്കൽ റിയാക്ഷൻ ഒരു മെറ്റീരിയലിന്റെ സർഫസിൽ നടക്കുമ്പോൾ ആ മെറ്റീരിയലിന് കുറച്ച് ഡിസ്റ്റോർഷൻസ് വരികയും മെറ്റീരിയൽ നമ്മൾ അപ്ലൈ ചെയ്ത സ്ഥലങ്ങളിൽ നിന്നൊക്കെ മെറ്റീരിയൽസിനെ റിമൂവ് ചെയ്യുകയും ചെയ്യുന്ന പരിപാടിയാണ് എച്ചിങ്. അപ്പോൾ നമ്മൾ ഈ മൊഡ്യൂൾ പ്രധാനമായിട്ട് പഠിക്കുന്ന മെത്തേഡുകൾ അല്ലെങ്കിൽ പഠിക്കുന്ന ഒരു ടോപ്പിക് എന്ന് പറയുന്നത് ഫാബ്രിക്കേഷൻ ആണ്. അതിൽ ഫിസിക്കൽ ഡെപ്പോസിഷൻ, കെമിക്കൽ ഡെപ്പോസിഷൻ, പാറ്റേണിങ്, അതേപോലെ എച്ചിങ്ങിൽ തന്നെ ഡ്രൈ എച്ചിങ് ആൻഡ് വെറ്റ് എച്ചിങ്. അപ്പോൾ കുറച്ച് ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ ഇപ്പോൾ ഇവിടെ പറയുന്നത്, ഇതിന് ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് നോക്കാം. സോ വാട്ട് ഈസ് ഡെപ്പോസിഷൻ? Deposition means depositing thin film of material anywhere between a few nanometer to 100 micrometer. നമ്മൾ പറഞ്ഞു ഇത് മെൻസ് ആണ്, അതുകൊണ്ട് തന്നെ മൈക്രോ റേഞ്ചിലാണ് നമ്മൾ ഇതിനകത്തുള്ള എല്ലാ ഫാബ്രിക്കേഷനും പറയാൻ പോകുന്നത്. അപ്പോൾ ഒരു 100 മൈക്രോമീറ്റേഴ്സ് ഒക്കെ വരെയുള്ള മെറ്റീരിയൽ സ്ട്രക്ചറിനെ നമ്മുടെ സബ്സ്ട്രേറ്റ് എലമെന്റിന്റെ മുകളിൽ ഡെപ്പോസിറ്റ് ചെയ്യാം. ഒരു തിൻ ഫിലിം ഡെപ്പോസിറ്റ് ചെയ്തുകൊണ്ട് ഉണ്ടാക്കിയെടുക്കുന്ന പരിപാടിയാണ് ഡെപ്പോസിഷൻ മെത്തേഡ്. അതിൽ തന്നെ 2 ടൈപ്സ് ഉണ്ട് നമ്മൾ പറഞ്ഞു. ദാറ്റ് ഈസ് ഫസ്റ്റ് വൺ ഫിസിക്കൽ ആൻഡ് സെക്കൻഡ് വൺ കെമിക്കൽ. ഫിസിക്കൽ എന്ന് വെച്ചാൽ മെറ്റീരിയൽ പ്ലേസ്ഡ് ഓൺ ടു സബ്സ്ട്രേറ്റ് ടെക്നിക് ഇൻക്ലൂഡിംഗ് സ്പുട്ടറിംഗ് ആൻഡ് ഇവാപറേഷൻ. ഈ സ്പുട്ടറിംഗും ഇവാപറേഷൻ മെത്തേഡ് എല്ലാം നമുക്ക് പറയേണ്ടി വരും. ഈ സ്പുട്ടറിംഗ് പ്രോസസ്സ് ലാസ്റ്റ് യൂണിവേഴ്സിറ്റി എക്സാമിന് ചോദിച്ചേക്കാം. Then chemical എന്ന് വെച്ചാൽ steam of source gas reacts on substrate to grow products. Technique include chemical vapor deposition and atomic layer deposition. കെമിക്കൽ ഡെപ്പോസിഷൻ എന്താണെന്ന് വെച്ചാൽ നമുക്കിപ്പോൾ ഒരു സബ്സ്ട്രേറ്റ് എലമെന്റ് ഉണ്ട്. ഞാൻ ബേസ് ആയിട്ടുള്ള പറയാം, ഡീറ്റെയിൽ ആയിട്ട് കുറിച്ചിട്ട് ആ ടോപ്പിക്കിലേക്ക് പോകുന്നത്. ഈ സബ്സ്ട്രേറ്റിന്റെ മുകളിൽ എനിക്ക് എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ പിന്നെ ഇതേപോലെ 2 ഡോട്ട്സ്, മൈക്രോ സൈസിലുള്ള 2 ഡോട്ട്സ് എനിക്ക് ഉണ്ടാക്കണം. അല്ലെ പോട്ടെ, ഈ സബ്സ്ട്രേറ്റിന്റെ മുകളിൽ ഒരു ലെയർ ഈ കാണുന്ന രീതിയിൽ ഒരു മൈക്രോ തിക്നെസ് ഉള്ള ഒരു ലെയർ എനിക്ക് ഫോം ചെയ്യണം. അപ്പൊ ഞാൻ എന്താ ചെയ്യാന്ന് വെച്ചാൽ എനിക്കിപ്പോ ഇവിടെ ഫോം ചെയ്യേണ്ടത് ഒരു മെറ്റൽ ലെയർ ആയിരിക്കും. അപ്പൊ ഈ മെറ്റലിനെ വേപ്പർ കണ്ടീഷനിലേക്ക് മാറ്റും. മെറ്റൽ വേപ്പർ കണ്ടീഷനിലേക്ക് മാറ്റിയിട്ട് ഒരു കരിയർ ഗ്യാസിന്റെ കൂടെ ഈ മെറ്റീരിയലിലേക്ക് അയക്കും. അപ്പോൾ ഈ സബ്സ്ട്രേറ്റ് ബേസ് എലമെന്റ് എന്ന് പറയുന്നത് നല്ല ചൂടാകും, നല്ലോണം ചൂടാകും, ഒരു ഹോട്ട് കണ്ടീഷനിലാണ്. അപ്പൊ ഇതിനകത്തുള്ള ടെമ്പറേച്ചർ കാരണം നമ്മളിവിടെ ഇൻപുട്ട് ആയിട്ട് അയച്ച ഗ്യാസ് എന്ത് ചെയ്യും, അവിടെ ഒരു കെമിക്കൽ റിയാക്ഷൻ നടക്കും. ഈ ഗ്യാസിൽ കെമിക്കൽ റിയാക്ഷൻ നടന്നിട്ട് ഇതിനകത്തുള്ള മെറ്റൽ വേപ്പർ എന്ത് ചെയ്യും, ഇവിടെ ഡെപ്പോസിറ്റ് ചെയ്യും. ബാക്കിയുള്ള ബൈ പ്രൊഡക്ട്സ് വെന്റ് ചെയ്ത് പുറത്തേക്ക് പോകും. അപ്പോൾ ലാസ്റ്റ് ഇവിടെ ബാക്കിയാവുന്നത് നമ്മുടെ സബ്സ്ട്രേറ്റ് എലമെന്റിന്റെ മുകളിൽ ഒരു മെറ്റലിന് ചെറിയ ലെയർ ബാക്കിയും. ആക്ച്വലി ഇവിടെ നടന്നത് എന്താണ്, നമുക്ക് വേണ്ടുന്ന എലമെന്റിനെ അല്ലെങ്കിൽ നമുക്ക് ആരെയാണോ ഡെപ്പോസിറ്റ് ചെയ്യിക്കേണ്ടത് അയാൾ എന്ത് ചെയ്തു, ഒരു
ഗ്യാസ് ആക്കിയിട്ട് എടുത്തു. ദെൻ ആ ഗ്യാസിനെ നല്ല ടെമ്പറേച്ചർ കൊടുത്തിട്ട് കെമിക്കൽ റിയാക്ഷൻസ് നടത്തി. ആ കെമിക്കൽ റിയാക്ഷന്റെ ഫലമായിട്ട് നമുക്ക് മെറ്റൽ ഇവിടെ ബാക്കിയായി ബൈ പ്രൊഡക്റ്റ് ആയിട്ട് വരുന്നതൊക്കെ വെൽഡ് ചെയ്ത് പോകും. ഇതാണ് ആക്ച്വലി കെമിക്കൽ വേപ്പർ ഡെപ്പോസിഷൻ എന്ന് പറയുന്നത്. നമുക്ക് ഫസ്റ്റ് അത് തന്നെയാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. ഇപ്പൊ ഡെപ്പോസിഷൻ പ്രോസസ് എന്ന് പറയുന്നത് ഏതാണ്ട് ഇതൊക്കെ തന്നെയാണ്. അതായത് ഒരു സബ്സ്ട്രേറ്റ് എലമെന്റിന്റെ മുകളിൽ മറ്റൊരു എലമെന്റിന്റെ ലെയറിനെ ഡെപ്പോസിറ്റ് ചെയ്യുന്ന പരിപാടിയാണ് ഡെപ്പോസിഷൻ പ്രോസസ്. അത് തന്നെ ഫിസിക്കലും ഉണ്ട് കെമിക്കലും ഉണ്ട്. ദെൻ സബ്സ്ട്രേറ്റ്സ് ആയിട്ട് ഞാൻ പറഞ്ഞ ബേസ് മെറ്റൽ ആയിട്ട് പൊതുവെ നമുക്ക് ബേസ് മെറ്റീരിയൽ ആയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന സബ്സ്ട്രേറ്റ് എന്ന് പറയുന്നത് സിലിക്കൺ ഓർ ഗ്ലാസ് അല്ലെങ്കിൽ ക്വാർട്സ് പോലുള്ള എലമെന്റിന്റെ മുകളിലാണ് നമ്മൾ ഈ ഡെപ്പോസിഷൻ പ്രോസസ്സ് നടത്തുക. ഇപ്പോൾ സിലിക്കൺ സബ്സ്ട്രേറ്റിന്റെ മേളിൽ അല്ലെങ്കിൽ ഗ്ലാസ് സ്ട്രക്ചറിന്റെ മേളിലൊക്കെ മൈക്രോ സൈസിലുള്ള ലെയർ ഫോർമേഷന് വേണ്ടിയിട്ടാണ് ഡെപ്പോസിഷൻ പ്രോസസ്സ് യൂസ് ചെയ്യുന്നത്. നോർമലി ഇതേപോലുള്ള സിലിക്കൺ അല്ലെങ്കിൽ ഗ്ലാസ് അത് അല്ലെങ്കിൽ ക്വാർട്സിന്റെ മേലിലൊക്കെ ഡെപ്പോസിറ്റ് ചെയ്യുന്ന ലെയറുകൾ ഏതൊക്കെ ലെയറുകളാണ് പൊതുവെ ഡെപ്പോസിറ്റ് ചെയ്യാന്ന് വെച്ചാൽ പോളി സിലിക്കൺ ലെയർ നമുക്ക് ഡെപ്പോസിറ്റ് ചെയ്യാൻ പറ്റും. ദെൻ സിലിക്കൺ ഡയോക്സൈഡിന്റെ ലെയർ അപ്ലൈ ചെയ്യാൻ പറ്റും. സിലിക്കൺ നൈട്രൈഡിന്റെ ലെയേഴ്സ് നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും. മെറ്റാലിക് ലെയേഴ്സ് നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും. പോളിമറിക് ലെയേഴ്സ് നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും. അപ്പോൾ നമ്മുടെ ആപ്ലിക്കേഷൻ അനുസരിച്ചിട്ടാണ് നമ്മളിവിടെ സബ്സ്ട്രേറ്റും അതേപോലെ ഫിലിംസ് ഒക്കെ സെലക്ട് ചെയ്യുക. അപ്പൊ നമുക്ക് ഇനി ഓരോന്നും നോക്കാം. അതിന് മുമ്പായിട്ട് നമ്മളിപ്പോൾ ഇവിടെ രണ്ടാമതായിട്ട് പറഞ്ഞ പാറ്റേൺ. എന്താണ് പാറ്റേൺ? ട്രാൻസ്ഫർ ഓഫ് എ പാറ്റേൺ ഇൻ ടു എ മെറ്റീരിയൽ. ഞാൻ പറഞ്ഞു, ഞാൻ നേരത്തെ ഒരു പ്ലസ് ഷേപ്പ് ഒക്കെ കാണിച്ചിട്ട് ഈ പാറ്റേണിനെ എനിക്ക് എന്റെ സബ്സ്ട്രേറ്റ് എലമെന്റിന്റെ മുകളിൽ ട്രാൻസ്ഫർ ചെയ്യണം. അപ്പൊ ഈ ഒരു പാറ്റേണിനെ നേരെ കൊണ്ടുപോയിട്ട് എന്റെ സബ്സ്ട്രേറ്റ് എലമെന്റിന്റെ മുകളിൽ കോപ്പി ചെയ്യണം. അല്ലെങ്കിൽ ഈ പാറ്റേൺ അനുസരിച്ച് സബ്സ്ട്രേറ്റ് മെറ്റീരിയലിൽ ഡെപ്പോസിഷനോ അല്ലെങ്കിൽ എച്ചിങ്ങോ നടത്തിയിട്ട് ആ പാറ്റേൺ അവിടെ ക്രിയേറ്റ് ചെയ്യണം. അത് സ്പെസിഫിക് ഷേപ്പിനെ അവിടെ എത്തിക്കാം. സോ ദാറ്റ് ഈസ് പാറ്റേൺ. അപ്പൊ അതിനകത്താണ് ലിത്തോഗ്രഫി എന്ന് പറയുന്ന പ്രധാനപ്പെട്ട ഒരു ടെക്നിക്ക് നമ്മൾ പഠിക്കാൻ പോകുന്നത്. ദെൻ മൂന്നാമത്തെ ഫാബ്രിക്കേഷൻ മെത്തേഡ് എന്ന് പറയുന്നത് എച്ചിങ് ആണ്. ഞാൻ പറഞ്ഞു, നമ്മുടെ മെറ്റീരിയൽ സർഫസിൽ നിന്നും മെറ്റീരിയൽസിനെ കാർവ് ചെയ്തെടുക്കുക അല്ലെങ്കിൽ എന്താ പറയാ ചുരണ്ടിക്കളയാം. ദാറ്റ് ഈസ് എച്ചിങ്. അത് തന്നെ രണ്ട് രീതിയിലുണ്ട്. വെറ്റ് എച്ചിങ്ങും ഉണ്ട്, ഡ്രൈ എച്ചിങ്ങും ഉണ്ട്. വെറ്റ് എച്ചിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെറ്റ് മീൻസ് സംതിങ് ലിക്വിഡ് ആണ്. അപ്പോൾ കെമിക്കൽ ലിക്വിഡ്സിനകത്ത് നമ്മുടെ സബ്സ്ട്രേറ്റ് എലമെന്റിനെ ഡിപ്പ് ചെയ്യുകയോ ഇനി അതല്ലെങ്കിൽ സബ്സ്ട്രേറ്റ് എലമെന്റിന്റെ മുകളിൽ ഈ കെമിക്കൽ ലിക്വിഡ്സിനെ നമ്മൾ സപ്ലൈ ചെയ്തുകൊണ്ട് ആ സപ്ലൈ ചെയ്ത സ്ഥലങ്ങളിൽ നിന്നൊക്കെ മെറ്റീരിയൽ റിമൂവൽ നടക്കും. ദാറ്റ് ഈസ് വെറ്റ് എച്ചിങ്. അതേപോലെ തന്നെ ഡ്രൈ എച്ചിങ് ഉണ്ട്. ഡ്രൈ എച്ചിങ് പൊതുവെ ചെയ്യുന്നത് ഗ്യാസ് ലൈക്ക് എലമെന്റ്സ് അല്ലെങ്കിൽ പ്ലാസ്മ അല്ലെങ്കിൽ ഗ്യാസ് സ്റ്റേജിലുള്ള റിയാക്ടൻസ് നമ്മുടെ സർഫസിന്റെ മുകളിലേക്ക് പാസ് ചെയ്യും. ആ സമയത്ത് മെറ്റീരിയൽ റിമൂവൽ നടക്കും. നമുക്ക് അതൊക്കെ നോക്കാം. അപ്പൊ നമ്മൾ ഫസ്റ്റ് പറയാൻ പോകുന്നത് ഡെപ്പോസിഷൻ പ്രോസസ്സിനെ പറ്റിയാണ്. എന്താണ് ഡെപ്പോസിറ്റ് അല്ലെങ്കിൽ ഡെപ്പോസിഷൻ പ്രോസസ്? സോ ഡെപ്പോസിഷൻ പ്രോസസ് ഈസ് ഡെപ്പോസിറ്റിംഗ് തിൻ ഫിലിം ഓവർ ദ സർഫസ് ഓഫ് സബ്സ്ട്രേറ്റ് ആൻഡ് അതർ മെംസ് ആൻഡ് കമ്പോണൻസ് ഈസ് എ കോമൺ ആൻഡ് നെസസറി പ്രാക്ടീസ് ഇൻ മൈക്രോ മെഷീൻ. ഞാൻ പറഞ്ഞു, നമുക്ക് നമ്മുടെ ആപ്ലിക്കേഷൻ അനുസരിച്ചായിരിക്കും ഫാബ്രിക്കേഷൻസ് നമുക്ക് നടത്തേണ്ടി വരാം. അപ്പൊ ഒന്നുകിൽ ഓൾറെഡി ഉള്ള ഒരു മെംസ് എലമെന്റിന്റെ മുകളിൽ മെംസ് ബേസ്ഡ് ആയിട്ടുള്ള ഒരു എലമെന്റ് എന്റെ കയ്യിലുണ്ട്. അപ്പോൾ ഇപ്പോഴത്തെ എന്റെ ആപ്ലിക്കേഷൻ പ്രകാരം അതിന്റെ മുകളിൽ ഒരു ലെയറും കൂടി ആവശ്യമുണ്ട്. അപ്പോൾ ഓൾറെഡി ഉള്ള മെംസ് പ്രൊഡക്ട്സിലും നമുക്ക് ഡെപ്പോസിഷൻ പ്രോസസ്സ് നടത്താം. അതല്ല, പുതിയതായിട്ട് ഒരു മെംസ് പ്രൊഡക്റ്റ് നമുക്ക് ഉണ്ടാക്കണമെങ്കിലും ഡെപ്പോസിഷൻ പ്രോസസ്സ് നമുക്ക് നടത്താൻ പറ്റും. അപ്പൊ എന്താണ് ഡെപ്പോസിറ്റ് ചെയ്യാം? ഡെപ്പോസിറ്റ് ചെയ്യാൻ പറ്റുന്നത് എന്തൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നേരത്തെ പറഞ്ഞു, നമുക്ക് വേണമെങ്കിൽ മെറ്റൽസിനെ ഡെപ്പോസിറ്റ് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ കുറച്ച് അലോയ്സ് അതേപോലെ പോളിമർ ലെയേഴ്സിനെയൊക്കെ നമുക്ക് ഡെപ്പോസിറ്റ് ചെയ്യാൻ പറ്റും. സോ ഡെപ്പോസിഷൻ ആഡ്സ് തിൻ ഫിലിംസ് ഇൻസ്റ്റെഡ് ഓഫ് കൺസ്യൂമിംഗ് ദ സബ്സ്ട്രേറ്റ്. നമ്മൾ ഒരിക്കലും നമ്മുടെ കയ്യിലുള്ള സബ്സ്ട്രേറ്റ് എലമെന്റിന്റെ മെറ്റീരിയലിൽ ഒരു ലോസും വരുത്തുന്നില്ല. നമ്മൾ അതിന്റെ മുകളിൽ ആഡ് ചെയ്ത് പോകാനുണ്ട്. ആഡ് ചെയ്യലാണ്. അതുകൊണ്ട് തന്നെ അതൊരു അഡീഷണൽ മാനുഫാക്ചറിംഗ് എന്ന് പറയാം നമുക്ക് വേണമെങ്കിൽ. അത് നിലവിലുള്ള എലമെന്റിന്റെ മുകളിൽ പുതിയ ആളെ കൊണ്ടാണ് ഡെപ്പോസിറ്റ് ചെയ്യാം. നിലവിൽ കയ്യിലുള്ള സബ്സ്ട്രേറ്റ് എലമെന്റിൽ നിന്നും എച്ചിങ്ങോ അല്ലെങ്കിൽ കാർവിങ്ങോ അങ്ങനെ ഒന്നും നടക്കുന്നില്ല. അപ്പൊ നമ്മുടെ ബേസ് മെറ്റീരിയൽസിൽ കൺസ്യൂം ചെയ്യാതെ അതിന് മുകളിൽ പുതിയ ഫിലിംസിനെ ആഡ് ചെയ്യുന്ന പ്രോസസ്സാണ് ഡെപ്പോസിഷൻ പ്രോസസ് എന്ന് പറയുന്നത്. അപ്പൊ നമുക്ക് ഈ മാനുഫാക്ചറിംഗിൽ ശരിക്കും രണ്ട് ക്ലാസിഫിക്കേഷൻ വരുന്നുണ്ട്. ബൾക്ക് മാനുഫാക്ചറിംഗും അതുപോലെ തന്നെ സർഫസ് മാനുഫാക്ചറിംഗ്. ബൾക്ക് മാനുഫാക്ചറിംഗ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ആക്ച്വലി കൺസെപ്റ്റ് എന്താണെന്ന് വെച്ചാൽ വലിയ ബൾക്കി എലമെന്റിൽ നിന്നും നമ്മൾ റെഡ്യൂസ് ചെയ്ത് അതിന്റെ സൈസ് റെഡ്യൂസ് ചെയ്ത് നമ്മളൊരു സ്ട്രക്ചറിലേക്ക് എത്തുകയാണ്. ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറയാം, എന്റെ കയ്യിൽ ഒരു മരത്തടിയുണ്ട്. അതിന് എനിക്കൊരു നല്ലൊരു ഷേപ്പ് ഉണ്ടാക്കണം, ഒരു എന്താ പറയാ എന്തിൻ്റെയും ഒരു ബോളാക്കി മാറ്റണം അതിനെ. അപ്പൊ ആ മരത്തിന്റെ വലിയൊരു ബ്ലോക്കിനെ ഒരു സിലിണ്ടറിക്കൽ ബ്ലോക്കോ അല്ലെങ്കിൽ ഒരു സ്ക്വയർ ബ്ലോക്കോ ആണ് എന്റെ കയ്യിലുള്ളത്. അതൊരു ബൾക്ക് എലമെന്റ് ആണ്. അപ്പൊ അതിന്റെ അകത്തുനിന്ന് മെറ്റീരിയൽസിനെ ഞാൻ എന്ത് ചെയ്യുന്നു, ചെത്തിക്കളയും അല്ലെ. നമുക്ക് ബോളാണ് വേണ്ടത്, ഒരു ഗ്ലോബ് ഷേപ്പാണ് വേണ്ടത്.
അപ്പൊ അതിനകത്ത് കുറെ മെറ്റീരിയൽസിനെ റിമൂവ് ചെയ്ത് എനിക്ക് വേണ്ടുന്ന ഷേപ്പിലേക്ക് എത്തിച്ചേരണം. അത് മെറ്റീരിയലിനെ ബൾക്ക് എലമെന്റിൽ നിന്നും മെറ്റീരിയൽസിനെ റിമൂവ് ചെയ്ത് പോവാണ്. ദാറ്റ് ഈസ് ബൾക്ക് മാനുഫാക്ചറിങ് എന്നാ അതിനെ പറയാം. നേരെ മറിച്ച് സർഫസ് മാനുഫാക്ചറിങ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്കിപ്പോ വേറൊരു എക്സാമ്പിൾ പറയാം. എന്റെ കയ്യിലുള്ളത് ഇതേ മരത്തിന്റെ ചെറിയൊരു തടിയാണുള്ളത്. പക്ഷെ എനിക്ക് അതിനെ കുറച്ച് ലെങ്ത് ഉള്ള പീസാക്കി മാറ്റണം. അപ്പൊ ഞാൻ എന്താ ചെയ്യാ, വേറൊരു മരത്തിന്റെ തടിയും കൂടി എടുത്തുകൊണ്ടാണ് ഇതിന്റെ കൂടെ ജോയിൻ ചെയ്ത് അവര് തമ്മിൽ ജോയിന്റ് ആക്കും അല്ലെ, ആണിയൊക്കെ വെച്ചടിച്ച് ജോയിന്റ് ആക്കും. അങ്ങനെ ഞാനൊരു വലിയൊരു പ്ലേറ്റ് പോലെ ആക്കി എടുക്കും. അപ്പൊ അവിടെ ഞാൻ ചെയ്യുന്നത് ഒരു മെറ്റീരിയലിന്റെ അടുത്ത് വേറൊരു മെറ്റീരിയലിനെ ആഡ് ചെയ്ത് പോവാണ്. അഡീഷൻ ആണ് നടക്കുന്നത്. അതിന് നമ്മൾ സർഫസ് മാനുഫാക്ചറിങ് എന്നാ പറയാം. അപ്പോൾ ബൾക്ക് മാനുഫാക്ചറിങ് സർഫസ് മാനുഫാക്ചറിങ് ഒക്കെ ജനറൽ ആയിട്ടുള്ള ടോപ്പിക് ആണ്. അപ്പൊ നമുക്ക് ഇവിടെ ഡെപ്പോസിഷൻ പ്രോസസ് എന്ന് പറയുന്നത് ആക്ച്വലി ഒരു സർഫസ് മാനുഫാക്ചറിങ് ആണ്. കാരണം ഞാനിപ്പോ പറഞ്ഞ പോലെ ഒന്നിന്റെ മുകളിൽ മറ്റൊന്നിനെ ആഡ് ചെയ്ത് പോവാണ്. സോ ഡെപ്പോസിഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ കയ്യിലുള്ള മെറ്റീരിയലിനെ ഒരു തരത്തിലും അതിൻ്റെ അകത്ത് ഉപയോഗിക്കാതെ അല്ലെ അതിന്റെ മെറ്റീരിയൽസിനെ ഡിസ്റ്റോർഷൻസ് ഒന്നും വരുത്താതെ പുതിയ ഫേസിനെ നമ്മൾ ഡെപ്പോസിറ്റ് ചെയ്ത് പോവാണ്. സോ ദീസ് തിൻ ഫിലിം മെറ്റീരിയൽസ് ക്യാൻ ബി ഓർഗാനിക് ഓർ ഇൻഓർഗാനിക്. നമുക്ക് ഓർഗാനിക് മെറ്റീരിയൽസിനെയും നമുക്ക് ഡെപ്പോസിറ്റ് ചെയ്യാൻ പറ്റും, ഇൻഓർഗാനിക് മെറ്റീരിയൽസിനെയും ഡെപ്പോസിറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ നോർമലി മെംസിന്റെ ആപ്ലിക്കേഷൻസിൽ ഡെപ്പോസിഷൻ ചെയ്യുന്ന എലമെന്റുകളെ പറ്റിയാണ് ഇവിടെ പറഞ്ഞത്. കുറച്ച് മെറ്റൽസ് ഡെപ്പോസിറ്റ് ചെയ്യാൻ പറ്റുന്ന മെത്തേഡ് ഒന്ന് എൽ എന്ന് വെച്ചാൽ അതേതാ മെറ്റല്? അലൂമിനിയം. അതായത് സിലിക്കൺ സബ്സ്ട്രേറ്റിന്റെ മുകളിൽ എനിക്കൊരു അലൂമിനിയത്തിന്റെ ലെയർ ആണ് എനിക്ക് ആവശ്യമെങ്കിൽ നമുക്ക് ഡെപ്പോസിഷൻ പ്രോസസ് വെച്ചിട്ട് ചെയ്യാൻ പറ്റും. AG ഗോൾഡ് അല്ല സിൽവർ. AU ഗോൾഡ്. TI ടൈറ്റാനിയം ടിന്നോ. ടൈറ്റാനിയം. W ടങ്സ്റ്റൺ. CU കോപ്പർ. SN നമ്മ അറിയില്ല. ആണ് ടിന്ന് കേട്ടോ. ടിന്ന് നമ്മൾ മെറ്റൽസ് ആ പറയുന്നത്. അപ്പം മെറ്റൽസിന്റെ ലെയേഴ്സ് നമുക്ക് ആഡ് ചെയ്യാൻ പറ്റും. ഇപ്പം കോമൺലി യൂസ് ചെയ്യുന്ന മെംസ് ബേസ്ഡ് എലിമെന്റ്സിൽ നമ്മൾ ഡെപ്പോസിറ്റ് ചെയ്യുന്ന മെറ്റൽ ലെയേഴ്സ് ഏതൊക്കെയാണെന്നുള്ളതാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. അതേപോലെ കുറച്ച് ഷേപ്പ് മെമ്മറി അലോയ്സ് കോമ്പൗണ്ട് നമുക്ക് ഡിസ്ട്രിബ്യൂട്ട് അല്ലെങ്കിൽ ഡെപ്പോസിറ്റ് ചെയ്യാൻ പറ്റും. ദാറ്റ് ഈസ് NITA. എന്താ NITA? കോലോയ് നിക്കൽ ടൈറ്റാനിയം. NI എന്താ? നിക്കല്. TIയോ? ടിന്നല്ല മറ്റേ ലിറ്റിയാണോ? ടൈറ്റാനിയം. ഹലോ, അതെ, ഇത് രണ്ടും കൂടി ചേരുമ്പോഴുള്ള പേരെന്താ? എടാ രണ്ടിന്റെ പേര് കൂട്ടി പറഞ്ഞാൽ നിക്കൽ ടൈറ്റാനിയം. നിത്യം. ZNO സിങ്ക് ഓക്സൈഡ്. അപ്പൊ നമുക്ക് നമ്മുടെ ആപ്ലിക്കേഷൻ അനുസരിച്ച് ചിലപ്പോൾ ഇതേപോലുള്ള ഷേപ്പ് മെമ്മറി അലോയ്സ് അല്ലെങ്കിൽ കോമ്പൗണ്ട്സ് ഒക്കെ ആയിരിക്കും നമുക്ക് നമ്മുടെ സർഫസിൽ അല്ലെങ്കിൽ സബ്സ്ട്രേറ്റിന്റെ മുകളിൽ അപ്ലൈ ചെയ്യേണ്ടി വരും. അപ്പൊ ഇതേപോലുള്ള കോമ്പൗണ്ട് സ്ട്രക്ചറും ഷേപ്പ് മെമ്മറി അലോയ്സിന്റെ സ്ട്രക്ചറൊക്കെ നമുക്ക് ഡെപ്പോസിഷൻ പ്രോസസ് വെച്ചിട്ട് ചെയ്യാൻ പറ്റും. സോ ഞാൻ അവിടെ തന്നെ രണ്ട് ക്ലാസിഫിക്കേഷൻ പറഞ്ഞിട്ടുണ്ട്. ഫിസിക്കൽ വേപ്പർ ഡെപ്പോസിഷനും കെമിക്കൽ വേപ്പർ ഡെപ്പോസിഷനും. ഇത് ഫുൾ നെയിം ഇനി ഒരിക്കലും നിങ്ങളുടെ ക്വസ്റ്റ്യൻ പേപ്പറിലൊന്നും നിങ്ങൾ കാണൂല. PVD യും CVD യും. ഇത് യൂണിവേഴ്സിറ്റി എക്സാമിന് ചോദിച്ചാണ് കേട്ടോ, CVD-യുടെ കുറച്ച് ആപ്ലിക്കേഷൻസ് ഒക്കെ. അപ്പം PVD മീൻസ് ഫിസിക്കൽ വേപ്പർ ഡെപ്പോസിഷൻ ആൻഡ് CVD കെമിക്കൽ വേപ്പർ ഡെപ്പോസിഷൻ. അപ്പൊ അവിടെ സ്പെല്ലിങ്ങിൽ വേപ്പറിന്റെ സ്പെല്ലിങ്ങിലൊക്കെ ചെറിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. അതൊന്നും നിങ്ങൾ വിഷയാക്കണ്ട, നമുക്ക് കൺസെപ്റ്റിലേക്ക് മാത്രം വരാം. അപ്പൊ PVD എന്ന് പറഞ്ഞാൽ ഫിസിക്കൽ പ്രോസസ് ആണ്. അതായത് ഡയറക്റ്റ് ഹിറ്റിംഗ് ആണ് അല്ലെങ്കിൽ ഡയറക്റ്റ് ഡെപ്പോസിഷൻ ആണ്. സോ PVD ഇൻവോൾവ്സ് ഡയറക്റ്റ് ഇംപ്ലിഞ്ച്മെന്റ് ഓഫ് പാർട്ടിക്കിൾസ് ഓൺ ദി ഹോട്ട് സബ്സ്ട്രേറ്റ് സർഫസ്. നമ്മുടെ സബ്സ്ട്രേറ്റ് എലമെന്റ് ബേസ് മെറ്റീരിയലിന്റെ മുകളിൽ ഡയറക്റ്റ് ആയിട്ട് നമ്മുടെ ഏത് ലെയർ ആണോ വേണ്ടത് അതിനെ കൊണ്ടാണ് ഡെപ്പോസിറ്റ് ചെയ്യാം. നേരെ മറിച്ച് CVD എന്ന് പറഞ്ഞാൽ അവിടെ സംതിങ് കെമിക്കൽ റിയാക്ഷൻസ് ആണ്. പേരിൽ തന്നെ കെമിക്കൽ എന്നുള്ളതുകൊണ്ട് ഒരു കെമിക്കൽ റിയാക്ഷന്റെ റിസൾട്ട് ആയിട്ടായിരിക്കും ഇവിടെ ഡെപ്പോസിഷൻ നടക്കുന്നത്. അപ്പൊ നമുക്ക് ഫസ്റ്റ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നതും ഈ CVD തന്നെയാണ്. CVD മീൻസ് കെമിക്കൽ വേപ്പർ ഡെപ്പോസിഷൻ. എന്താണ് CVD-ക്ക് അകത്ത് നടക്കുന്നത്? നമുക്ക് അതിന്റെ പ്രൊസീജിയർ ആണ് ആവശ്യമുള്ളത്. അപ്പൊ അതിനൊരു വർക്കിംഗ് ഡയഗ്രം ഒക്കെ ഉണ്ട്. അപ്പൊ നമുക്ക് ഫസ്റ്റ് നോക്കാം എന്താണ് CVD. വാട്ട് ഈസ് ദ വർക്കിംഗ് പ്രിൻസിപ്പിൾ ബിഹൈൻഡ് CVD? Working principle of CVD involves the flow of gas with diffused reactants over a hot substrate surface.
സബ്സ്ട്രേറ്റ് എന്ന് വെച്ചാൽ നമുക്കറിയാം നമ്മുടെ ബേസ് എലമെന്റിനെയാണ് നമ്മൾ സബ്സ്ട്രേറ്റ് എന്ന് പറയാം. ഇതിന്റെ മുകളിലാണ് ഡെപ്പോസിഷൻ നടത്തേണ്ടത്. ആ ഡെപ്പോസിഷൻ ഇപ്പം ഞാനൊരു എക്സാമ്പിൾ ഞാൻ പറയാണ്. നേരത്തെ നമ്മൾ പറഞ്ഞ കുറെ മെറ്റൽസ് ഉണ്ടല്ലോ, എനിക്കിവിടെ ഡെപ്പോസിറ്റ് ചെയ്യേണ്ടത് അലൂമിനിയം ആണെന്ന് വെച്ചോ. അപ്പം ആരെയാണോ ഡെപ്പോസിറ്റ് ചെയ്യേണ്ടത് അയാളെ നമ്മൾ എന്ത് പറയുന്നത് വെച്ചാല് റിയാക്ടൻസ്, അതായത് റിയാക്ടൻ അല്ലെങ്കിൽ റിയാക്ടിങ് ഏജന്റ് അല്ലെങ്കിൽ റിയാക്ടന്റ് എന്ന് പറയും. ഈ അലൂമിനിയത്തെ ഒരു വേപ്പർ സ്റ്റേജിലേക്ക് മാറ്റും. എന്താ ചെയ്യുന്നത് വെച്ചാൽ അലൂമിനിയത്തെ വേപ്പർ സ്റ്റേജിലേക്ക് മാറ്റും. ഇതിനെ നമ്മളൊരു കരിയർ ഗ്യാസിന്റെ കൂടെ മിക്സ് ചെയ്യും. കരിയർ ഗ്യാസിന്റെ കൂടെ മിക്സ് ചെയ്യും. അതായത് അലൂമിനിയവും നമ്മുടെ കരിയർ ഗ്യാസും കൂടിയുള്ള മിക്സർ. ഇത് ഗ്യാസ് സ്റ്റേജിലാണ് ഉണ്ടാവുക. അപ്പോ നമ്മൾ ഈ സബ്സ്ട്രേറ്റിന് എന്ത് ചെയ്യുന്നത് വെച്ചാൽ നോർമൽ റൂം ടെമ്പറേച്ചറിലൊന്നും ഈ കെമിക്കൽ റിയാക്ഷൻസ് ഒന്നും ഇവിടെ നടക്കാൻ പോകുന്നില്ല. അതുകൊണ്ട് തന്നെ സബ്സ്ട്രേറ്റിനെ നല്ല ഹോട്ട് കണ്ടീഷനിലേക്ക് മാറ്റും. അത് ഹോട്ട് കണ്ടീഷനിലേക്ക് മാറ്റും വെച്ചാൽ ഇതിനെ നന്നായിട്ട് ചൂടാക്കും. ഒരു ഹീറ്ററിലെങ്ങാനും വെച്ച് നന്നായിട്ട് ചൂടാക്കും. അപ്പൊ ഈ ഹോട്ട് കണ്ടീഷനിലുള്ള സബ്സ്ട്രേറ്റിന്റെ മുകളിൽ നമ്മുടെ റിയാക്ടന്റും അല്ലെങ്കിൽ നമ്മുടെ ഈ ആരെയാണോ ഡെപ്പോസിറ്റ് ചെയ്യേണ്ടത് അയാളും നമ്മുടെ ഗ്യാസും കരിയർ ഗ്യാസും കൂടി ഗ്യാസ് സ്റ്റേജിൽ ഈ ഹോട്ട് സബ്സ്ട്രേറ്റിന്റെ മുകളിൽ വരുമ്പോൾ ഈ സബ്സ്ട്രേറ്റിന്റെ ചൂട് കാരണം ഈ ഗ്യാസിൽ എന്ത് നടക്കും? ഒരു കെമിക്കൽ റിയാക്ഷൻ നടക്കും. ഈ കെമിക്കൽ റിയാക്ഷന്റെ ഫലമായിട്ട് അലൂമിനിയം എന്ന് പറയുന്ന എലമെന്റ് നമ്മുടെ സർഫസിനകത്ത് ഇങ്ങനെ ഡെപ്പോസിറ്റ് ചെയ്യും. അപ്പോൾ ഈ കെമിക്കൽ റിയാക്ഷന്റെ ഭാഗമായിട്ട് കുറച്ച് ബൈ പ്രോഡക്ട്സ് ഉണ്ടാവും. ഗ്യാസ് ആയിരിക്കും അത്. അതെന്ത് ചെയ്യുന്ന വെച്ചാൽ വെന്റ് ചെയ്ത് മേലോട്ടേക്ക്, അതായത് പുറത്തേക്ക് പോകും. നമുക്ക് റിസൾട്ട് ആയിട്ട് എന്താ സംഭവിക്കാന്ന് വെച്ചാൽ ഇവിടെ ഈ സർഫസിന്റെ മുകളിൽ സബ്സ്ട്രേറ്റിന്റെ മേലിൽ ഒരു ലെയർ ഫോർമേഷൻ നടന്നിട്ടുണ്ടാവും അലൂമിനിയത്തിന്റെ. അപ്പൊ അതാണ് ആക്ച്വലി കെമിക്കൽ വേപ്പർ ഡെപ്പോസിഷൻ അകത്ത് നടത്തുന്നത്. എന്തുകൊണ്ടാണ് CVD-യിലെ ഈ V എന്നുള്ള ടേം എന്ന് പറയുന്നത്? വേപ്പർ ഡെപ്പോസിഷൻ ആണ് അല്ലെ? അതായത് വേപ്പർ സ്റ്റേജിലാണ് നമ്മൾ ഇവിടുത്തെ നമുക്ക് ആരെയാണോ ഡിഫ്യൂസ് ചെയ്യേണ്ടത് അല്ലെങ്കിൽ ആരെയാണോ ഡെപ്പോസിറ്റ് ചെയ്യേണ്ടത് അയാളെ എടുക്കുന്നത്. അയാളെ സോളിഡ് സ്റ്റേറ്റിൽ കൊണ്ടാണ്ട് നേരെ കൊണ്ടാണ്ട് ഡെപ്പോസിറ്റ് ചെയ്യുകയല്ല ചെയ്യുന്നത്. അയാളെ ഒരു കരിയർ ഗ്യാസുമായിട്ട് മിക്സ് ചെയ്ത് ഒരു വേപ്പർ സ്റ്റേജിലാണ് ഇവിടെ കൊണ്ടുവരുന്നത്. ദെൻ കെമിക്കൽ റിയാക്ഷൻസ് നടന്നതിന്റെ ഭാഗമായിട്ട് അവിടെ ഡെപ്പോസിഷൻ നടക്കുന്നു. അപ്പൊ നമുക്ക് നോക്കാം. The gas that carries the reactant is called carrier gas. നമ്മൾ പറഞ്ഞു നമുക്ക് ആരെയാണോ ഡെപ്പോസിറ്റ് ചെയ്യേണ്ടത് അയാളെ ഒരു കരിയർ ഗ്യാസുമായിട്ട് മിക്സ് ചെയ്യും. Then while the gas flows over the hot solid surface, the energy supplied by the surface temperature provokes chemical reaction of the reactants that forms filling during and after the reactions. നമ്മളിപ്പോ പറഞ്ഞു തന്നെയാണ് ഇപ്പോൾ ഇവിടെ എക്സ്പ്ലെയിൻ ചെയ്ത് പറഞ്ഞിട്ടുള്ളത്. അപ്പൊ ഈ ഒരു കരിയർ ഗ്യാസും നമ്മുടെ റിയാക്ടന്റും കൂടിയിട്ടുള്ള ഈ ഗ്യാസ് സ്റ്റേജിലുള്ള എലമെന്റ് നമ്മുടെ ഈ സബ്സ്ട്രേറ്റ് ഹോട്ട് കണ്ടീഷനിലുള്ള അല്ലെങ്കിൽ നല്ല ചൂടുള്ള ഈ സബ്സ്ട്രേറ്റിന്റെ മുകളിലേക്ക് എത്തുമ്പോൾ ഇതിന്റെ ഹീറ്റ് കാരണം ഈ ഒരു കരിയർ ഗ്യാസും നമ്മുടെ റിയാക്ടന്റും കൂടി മിക്സ് ചെയ്ത ഈ ഗ്യാസിന് ഒരു പ്രൊവോക്കേഷൻ ഉണ്ടാവും. അതിന്റെ ഭാഗമായിട്ട് അവിടെ ഒരു കെമിക്കൽ റിയാക്ഷൻ നടക്കും. ആ കെമിക്കൽ റിയാക്ഷന്റെ റിസൾട്ട് ആയിട്ട് നമുക്ക് എന്തുണ്ടാവും വെച്ചാൽ ഒരു ഫിലിം ഫോർമേഷൻ നടക്കും നമ്മുടെ സബ്സ്ട്രേറ്റിന്റെ മുകളിൽ. അപ്പോ കുറച്ച് ബൈ പ്രോഡക്ട്സ് ഉണ്ടാവും. The byproducts of the chemical reactions are then vented. അത് പുറത്തേക്ക് കളയും. The thin films of desired composition can thus be created over the surface of the substrate. Various types of CVD reactors are built to perform the CVD process. നമുക്ക് അതിന്റെ വർക്കിംഗ് ഫിഗർ നോക്കാം. ഇവിടെ നിങ്ങൾക്ക് മേലെയുള്ള ഫിഗർ ഒരു ഹൊറിസോണ്ടൽ റിയാക്ടർ എന്ന് പറഞ്ഞിട്ട് ഫിഗർ A. ഇതിനകത്ത് നമുക്ക് എങ്ങനെ ഈ കെമിക്കൽ വേപ്പർ ഡെപ്പോസിഷൻ പറയാൻ പറ്റുമെന്ന് നോക്കാം. ഇവിടെ എനിക്ക് സബ്സ്ട്രേറ്റ് എന്ന് പറഞ്ഞിട്ടൊരു എലമെന്റ് നിങ്ങൾ ഇവിടെ കാണുന്നുണ്ടാവും. ഇവിടെ ഒരു പ്ലേറ്റ് ഉണ്ട്, ചെറിയൊരു പ്ലേറ്റ്. ഈ സബ്സ്ട്രേറ്റിന്റെ മുകളിൽ അതിന്റെ സർഫസിലാണ് എനിക്ക് എന്ത് ചെയ്യേണ്ടത്? ഡെപ്പോസിഷൻസ് നടത്തേണ്ടത്. ഇപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അലൂമിനിയോ അല്ലെങ്കിൽ കോപ്പറോ അല്ലെങ്കിൽ ഗോൾഡിന്റെയോ ഏതെങ്കിലും ഒരു മെറ്റലിന്റെ ആണെന്ന് വെച്ചോ. ഇനി അതല്ല നേരത്തെ പറഞ്ഞ പോലെ നമ്മൾ ഏതെങ്കിലും കോമ്പൗണ്ട്. അപ്പൊ അതുപോലുള്ള എലമെന്റിനെ റിയാക്ടൻസ് അല്ലെങ്കിൽ അലൂമിനിയം ആണെങ്കിൽ അലൂമിനിയം പോലുള്ള എലമെന്റിനെ ഒരു കരിയർ ഗ്യാസുമായിട്ട് മിക്സ് ചെയ്ത് ഗ്യാസ് സ്റ്റേജിലുള്ള എലമെന്റിനെ നമ്മൾ എന്ത് ചെയ്യുന്ന വെച്ചാൽ ഈ സബ്സ്ട്രേറ്റിലേക്ക് അയക്കണം. അതിനു മുമ്പ് ഈ സബ്സ്ട്രേറ്റ് ഇപ്പം എവിടെയാണ് പ്ലേസ് ചെയ്തിട്ടുള്ളത്? എവിടെയാടാ? ഇവിടെ ഒരു സ്ട്രക്ചർ കാണുന്നില്ല നിങ്ങൾ? ഇങ്ങനെ ഒരു പെട്ടി, ഒരു ബോക്സ് കാണുന്നില്ലേ? ആക്ച്വലി അതെന്താ വെച്ചാൽ ഒരു ഹീറ്റർ ആണ്. അത് ഒരു റെസിസ്റ്റൻസ് ഹീറ്ററിന്റെ ക്രോസ് സെക്ഷണൽ വ്യൂ ആയത്. അപ്പൊ നിങ്ങൾക്ക് ആ ഹീറ്ററിന്റെ മേലയിലൊക്കെ കുറെ റൗണ്ട് കാണുന്നുണ്ട്. അത് ആക്ച്വലി അതിന്റെ റെസിസ്റ്റൻസ് കോയിൽസ് ആണ്. അപ്പൊ ഈ കോയിലൂടെ കറണ്ട് പാസ് ചെയ്യുമ്പോൾ ഇതിനകത്ത് നല്ല ഹീറ്റ് ജനറേറ്റ് ചെയ്യും.
ചെയ്ത കോയിൽസിന്റെ ക്രോസ് സെക്ഷണൽ വ്യൂ ആണ് ഇങ്ങനെ സർക്കിൾ ഇട്ട് കാണിച്ചിരിക്കുന്നത്. അപ്പൊ ഇതിനകത്ത് എന്താ സംഭവിക്കുക, ഈ ഹീറ്ററിനകത്താണ് നമ്മുടെ സബ്സ്ട്രേറ്റ് എലമെന്റിനെ നമ്മൾ പ്ലേസ് ചെയ്ത്. ഈ ഹീറ്റർ നമ്മൾ ഓൺ ചെയ്യുന്നത്, അതായത് ഇതിനകത്ത് കറണ്ട് പാസ് ചെയ്യും, ഈ റെസിസ്റ്റൻസ് വയറിൽ കറണ്ട് പാസ് ചെയ്യുമ്പോൾ അതിന് കറസ്പോണ്ടിങ് ആയിട്ട് ഈ ചേമ്പറിന്റെ ഉള്ളിൽ നല്ലപോലെ ഹീറ്റ് ഉണ്ടാവും, നല്ല ഹീറ്റ് ജനറേറ്റ് ചെയ്യും അല്ലെ. അങ്ങനെ നല്ല ഹീറ്റ് ജനറേറ്റ് ചെയ്യുമ്പോൾ ആ ഹീറ്റ് ആർക്ക് കിട്ടും? നമ്മുടെ സബ്സ്ട്രേറ്റ് എലമെന്റിന് കിട്ടും. ഈ സസെപ്റ്റർ എന്ന് പറയുന്നത് അതിനകത്തുള്ള ഈ ഹീറ്ററിനകത്തുള്ള അറേഞ്ച്മെന്റ് ആണ്, ഈ സബ്സ്ട്രേറ്റിനെ പ്ലേസ് ചെയ്തേക്കുന്ന അറേഞ്ച്മെന്റ് ആണ് സസെപ്റ്റർ. സോ സബ്സ്ട്രേറ്റ് എലമെന്റിനെ ചൂടാക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഹീറ്ററിനകത്ത് എടുത്ത്. നമ്മൾ നേരെ മറിച്ച് സബ്സ്ട്രേറ്റ് എലമെന്റ് നമ്മുടെ അറ്റ്മോസ്ഫിയറിക് ടെമ്പറേച്ചറിൽ അല്ലെങ്കിൽ ഒരു റൂമിൽ വെച്ച് ഇതിനകത്തേക്ക് ഗ്യാസ് പാസ് ചെയ്തതിനെ കൊണ്ട് കാര്യമൊന്നുമില്ല. കാരണം ഈ ഗ്യാസിൽ കെമിക്കൽ റിയാക്ഷൻ നടക്കണമെങ്കിൽ നല്ല ടെമ്പറേച്ചർ വേണം, എന്നാലേ ആ ഒരു കെമിക്കൽ പ്രൊവോക്കേഷൻ ഉണ്ടാവുള്ളൂ. സോ ഈ റെസിസ്റ്റൻസ് ഹീറ്ററിനകത്ത് നമ്മുടെ സബ്സ്ട്രേറ്റ് എലമെന്റ് വെച്ചു. ദെൻ ഹീറ്ററിലേക്ക് നമ്മുടെ റിയാക്ടന്റും അതുപോലെ ഗ്യാസും കരിയർ ഗ്യാസും കൂടിയുള്ള മിക്സ്ചർ ഗ്യാസ് നമ്മൾ പാസ് ചെയ്തു. അങ്ങനെ പാസ് ചെയ്യുന്ന സമയത്ത് ഈ ഗ്യാസ് നമ്മുടെ സബ്സ്ട്രേറ്റ് എലമെന്റിന്റെ അവിടെ എത്തുമ്പോൾ ഈ സബ്സ്ട്രേറ്റിൽ നിന്നുള്ള ടെമ്പറേച്ചർ ആർക്ക് കിട്ടും? നമ്മുടെ ഈ ഗ്യാസിന് കിട്ടും അല്ലെ, ഇൻപുട്ടായിട്ട് വരുന്ന ഗ്യാസിന് കിട്ടും. അങ്ങനെ വരുമ്പോൾ നേരത്തെ പറഞ്ഞു ഗ്യാസിലേക്ക് നമ്മൾ ഒരു ലിമിറ്റഡ് എമൗണ്ട് അല്ലെങ്കിൽ ഒരു എമൗണ്ടിനപ്പുറത്തേക്ക് ടെമ്പറേച്ചർ പാസ് ചെയ്യുമ്പോൾ അവിടെ കെമിക്കൽ റിയാക്ഷൻ നടക്കും. അപ്പൊ അങ്ങനെ കെമിക്കൽ റിയാക്ഷൻ ഈ സർഫസിന്റെ അറൗണ്ട് ആയിട്ട് കെമിക്കൽ റിയാക്ഷൻസ് നടക്കുകയും ഈ സർഫസിലൊക്കെ മെറ്റീരിയലിന്റെ ഡിസ്ട്രിബ്യൂഷൻ അല്ലെങ്കിൽ ഡെപ്പോസിഷൻ നടക്കും. അപ്പൊ കുറച്ച് ബൈ പ്രോഡക്റ്റ് ഗ്യാസ് ഉണ്ടാവും. ആ ബൈ പ്രോഡക്റ്റ് ഗ്യാസ് എന്ത് ചെയ്യും? നേരെ പുറത്തേക്ക് ഔട്ടായിട്ട് വെന്റ് ചെയ്ത് പോകും. സോ നമ്മൾ ഇവിടുന്ന് റിയാക്ടന്റും കരിയർ ഗ്യാസും കൂടി ഉള്ളിലേക്ക് അയച്ച് ഇവിടുന്ന് പുറത്തേക്ക് പോകുന്നത് ബൈ പ്രോഡക്റ്റ് ഗ്യാസ് ആയിരിക്കും. ഈ മെറ്റീരിയൽ ഡിസ്ട്രിബ്യൂഷൻ അല്ലെങ്കിൽ മെറ്റീരിയൽ ഡെപ്പോസിഷൻ നമ്മുടെ സബ്സ്ട്രേറ്റിന്റെ സർഫസിൽ നടക്കും. ഇതൊരു ഹൊറിസോണ്ടൽ റിയാക്ടർ ആണ്. അതേപോലെ വേറൊരു വേർട്ടിക്കൽ റിയാക്ടർ ഇവിടെ കാണിച്ചിട്ടുണ്ട്. ഇവിടെ വേർട്ടിക്കൽ റിയാക്ടറിൽ നിങ്ങൾക്ക് നോക്കിയാൽ മനസ്സിലാവും, നമ്മുടെ സബ്സ്ട്രേറ്റ് എലമെന്റ് ആണ് ഈ ബ്ലാക്ക് കളറിൽ ഈ ഡാർക്ക് ചെയ്ത് കാണിച്ചിരിക്കുന്നത്. ഈ എലമെന്റ് ആണ് സബ്സ്ട്രേറ്റ്. സബ്സ്ട്രേറ്റിനെ അവിടെ പ്ലേസ് ചെയ്തേക്കുന്നത് ഒരു ഹൊറിസോണ്ടൽ ആക്സിസിന്റെ മുകളിലാണ് അല്ലെ, ഒരു ഹൊറിസോണ്ടൽ ഷാഫ്റ്റ് പോലുള്ള എലമെന്റിന്റെ മുകളിലാണ് പ്ലേസ് ചെയ്തിട്ടുള്ളത്. ഇവിടെ കാണാം, ഇവിടെ സെൻട്രൽ ആയിട്ട് ഒരു ട്യൂബ് പോലുള്ള എലമെന്റ്. അപ്പൊ ഇതിന്റെ മുകളിലാണ് നമ്മൾ സബ്സ്ട്രേറ്റിനെ പാസ് ചെയ്തിട്ടുള്ളത്. ഇവിടെ എങ്ങനെയാ വെർട്ടിക്കൽ റിയാക്ടറിൽ എന്താ സംഭവിക്കാന്ന് വെച്ചാല്, ഈ വെർട്ടിക്കൽ ഷാഫ്റ്റിന്റെ അടിയിലൂടെയാണ് ഇൻലെറ്റ്, അതായത് നമ്മുടെ റിയാക്ടന്റും അതേപോലെ കരിയർ ഗ്യാസും കൂടിയിട്ട് എൻട്രി നടക്കുന്നത്. ഇവിടെ ഒരു ടാർഗറ്റ് പ്ലേറ്റ് ഉണ്ട്. അപ്പൊ നമ്മൾ ആ ഗ്യാസ് നേരെ ഇതിലേക്ക് കയറി, അതായത് ഈ ഷാഫ്റ്റ് ഈ ഹോളോ ഇതിലേക്ക് കയറി ഇവിടെ തട്ടി ഇവിടെ ഇങ്ങോട്ട് ഡിസ്ട്രിബ്യൂഷൻ നടക്കും അല്ലെ, സ്പ്ലിറ്റ് ആവും. ആ ഡോട്ടഡ് ലൈൻ കാണിച്ചത് ഗ്യാസ് അവിടെ തട്ടിയിട്ട് സ്പ്ലിറ്റ് ആയി പോകുന്ന. അപ്പൊ ഇതും നേരത്തെ പറഞ്ഞ അതേ റെസിസ്റ്റൻസ് ഹീറ്റർ തന്നെയാണ് ഈ ചേംബർ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഈ ക്യാബിൻ എന്ന് പറയുന്നതും റെസിസ്റ്റൻസ് ഹീറ്റർ തന്നെയാണ്. അപ്പൊ നമ്മളെ സബ്സ്ട്രേറ്റ് ഇപ്പോൾ നല്ല ചൂടിലാണ് ഉള്ളത്. അപ്പോ ഈ സബ്സ്ട്രേറ്റ് വെച്ചേക്കുന്ന ഈ ഒരു ഷാഫ്റ്റ് കറങ്ങുന്നും കൂടിയുണ്ട്. ആ റൊട്ടേഷൻ ഇവിടെ കാണിച്ചിട്ടുണ്ട്, ഇവിടെ ഒരു എയർ ഔട്ടിട്ട് റൊട്ടേഷൻ കാണിച്ചിട്ടുണ്ട്. അപ്പൊ കണ്ടിന്യൂസ് ആയിട്ട് ഇയാൾ കറങ്ങിക്കൊണ്ടിരിക്കുക. ഈ ഷാഫ്റ്റ് കറങ്ങുമ്പോൾ ഇതിന്റെ മുകളിൽ വെച്ച സബ്സ്ട്രേറ്റ് എലമെന്റും ഇങ്ങനെ ഫുൾ ടൈം കറങ്ങിക്കൊണ്ടേയിരിക്കും അല്ലെ, ഐദർ ക്ലോക്ക് വൈസ് ഓർ കൗണ്ടർ ക്ലോക്ക് വൈസ്. അപ്പോൾ ഈ കറങ്ങിക്കൊണ്ടിരിക്കുന്ന മൊമെന്റിലാണ് നമ്മുടെ റിയാക്ടന്റ് ഗ്യാസ് മേലോട്ടേക്ക് വരുന്നത്. റിയാക്ടന്റ് ഗ്യാസ് ഇവിടെ തട്ടി ഇങ്ങോട്ടേക്ക് നമ്മുടെ സബ്സ്ട്രേറ്റിന്റെ അടുത്ത് എത്തുമ്പോഴേക്കും സബ്സ്ട്രേറ്റിന്റെ ചൂട് കാരണം കെമിക്കൽ റിയാക്ഷൻ നടക്കുന്നു, ഡെപ്പോസിഷൻ നടക്കുന്നു. പക്ഷെ ഈ ഒരു റൊട്ടേഷന്റെ ആവശ്യം എന്തായിരിക്കും? റൊട്ടേഷന്റെ ആവശ്യം എന്തിനാ അങ്ങനെ കറക്കുന്നതിന്റെ ആവശ്യം എന്തായിരിക്കും? ഡിസ്ട്രിബ്യൂഷൻ ഈസി ആക്കാനോ, അത് ഡെപ്പോസിഷൻ യൂണിഫോം ആക്കാൻ വേണ്ടിയാണ്. നമ്മുടെ സബ്സ്ട്രേറ്റ് എലമെന്റ് എന്ന് പറയുന്നത് ഒരു ഇതേപോലെ ഒരു സർക്കുലർ ഷേപ്പിലുള്ള സബ്സ്ട്രേറ്റ് എലമെന്റ് ആണെങ്കിൽ ഇയാൾ ഇങ്ങനെ കറങ്ങുന്നത് കൊണ്ട് നമുക്ക് ഇവിടെ എപ്പോഴും ഡെപ്പോസിഷൻ ഇങ്ങനെ നടന്നുകൊണ്ടേയിരിക്കും. ഈ ഗ്യാസ് നമ്മൾ ഇൻലെറ്റ് ആയിട്ട് വരുന്ന ഗ്യാസ് വരുന്നതിനനുസരിച്ച് ഡെപ്പോസിഷൻ നടന്നുകൊണ്ടേയിരിക്കും. ഈ റൊട്ടേഷൻ കൊടുക്കുന്നത് ഇതിന്റെ സർഫസിൽ ഒരു യൂണിഫോം ഡിസ്ട്രിബ്യൂഷനിൽ ഡെപ്പോസിഷൻ നടക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു റൊട്ടേഷൻ പ്രൊവൈഡ് ചെയ്യുന്നത്. സോ വെർട്ടിക്കൽ റിയാക്ടർ യൂണിഫോം ലെയേഴ്സ് കിട്ടാൻ വേണ്ടി എളുപ്പത്തിന് വേണ്ടിയിട്ടാണ് വെർട്ടിക്കൽ റിയാക്ടേഴ്സ് ഉപയോഗിക്കുന്നത്. അതിൽ മറ്റേതായിട്ടുള്ള ഒരു മാറ്റം എന്താന്ന് വെച്ചാൽ ഇതിനകത്ത് സസെപ്റ്റർ എന്ന് പറയുന്നത് ഒരു റെസ്റ്റിലാണ് അല്ലെങ്കിൽ സ്റ്റേഷനറി ആണ്. ബട്ട് ഇവിടെ സബ്സ്ട്രേറ്റ് പ്ലേസ് ചെയ്യുന്ന ഷാഫ്റ്റ് എന്ന് പറയുന്നത് കോൺസ്റ്റന്റ്ലി റണ്ണിങ് ആണ്. അതായത് ഒരു ആംഗുലർ മോഷനിലുള്ള ആംഗുലർ മോഷനിലുള്ള ഷാഫ്റ്റിലാണ് നമ്മുടെ സബ്സ്ട്രേറ്റ് പ്ലേസ് ചെയ്യുന്നത്. സോ നമ്മളെ ഇൻപുട്ട് ഗ്യാസ് വരുന്ന സമയത്ത് ഇൻപുട്ട് ഗ്യാസ് ഈ മേലെയുള്ള ടാർഗറ്റ് എലമെന്റ് തട്ടുകയും നമ്മുടെ സബ്സ്ട്രേറ്റിന്റെ മുകളിലേക്ക് യൂണിഫോം ആയിട്ട് ഗ്യാസ് പാസ് ചെയ്യും. അതോടൊപ്പം തന്നെ ഇത് കറങ്ങുന്നത് കൊണ്ട് ഈ എലമെന്റിന്റെ നമ്മുടെ സബ്സ്ട്രേറ്റ് എലമെന്റിന്റെ എല്ലാ ഏരിയയിലും യൂണിഫോം ആയിട്ട് ഡെപ്പോസിഷൻ നടക്കുകയും ചെയ്യും. സോ ദിസ് ഈസ് കെമിക്കൽ വേപ്പർ ഡെപ്പോസിഷൻ. അപ്പൊ നമ്മൾ കെമിക്കൽ വേപ്പർ ഡെപ്പോസിഷൻ എന്താന്ന് പറഞ്ഞു കഴിഞ്ഞു. വേപ്പർ സ്റ്റേജിലാണ് ഇവിടെ ഇപ്പോൾ നമ്മൾ റിയാക്ടന്റും അതുപോലെ തന്നെ കരിയർ ഗ്യാസ് ഒക്കെ
ഒരു ഗ്യാസ് സ്റ്റേജിലാണ് നമ്മൾ സപ്ലൈ ചെയ്യുന്നത്. ദെൻ അവിടെ ഒരു കെമിക്കൽ റിയാക്ഷൻ നടന്നതിന്റെ റിസൾട്ട് ആയിട്ടാണ് ഡെപ്പോസിഷൻ നടന്നത്. ഇനി ഈ മൊഡ്യൂളിൽ നമുക്ക് പഠിക്കാനുള്ളത് പ്രധാനപ്പെട്ട ഈ ഡെപ്പോസിറ്റ് ചെയ്യുന്ന പ്രധാനപ്പെട്ട ലെയറുകൾ ഏതൊക്കെയാണ്, അപ്പോൾ ഓരോ ലെയറും ഡെപ്പോസിറ്റ് ചെയ്യാൻ ഏതാണ് കരിയർ ഗ്യാസ് ആയിട്ട് ഉപയോഗിക്കുന്നത്, അങ്ങനെയാണെങ്കിൽ ആ കരിയർ ഗ്യാസുമായിട്ട് പിന്നെ ഇത് മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ നടക്കുന്ന കെമിക്കൽ റിയാക്ഷൻ എങ്ങനെയായിരിക്കും, ഇതൊക്കെയാണ് ഇനി പറയുന്നത്. അപ്പൊ നിങ്ങളോട് ചിലപ്പോൾ ചോദിക്കുന്നത് പിന്നെ എക്സ്പ്ലെയിൻ ദ തിയറി അബൌട്ട് കെമിക്കൽ വേപ്പർ ഡെപ്പോസിഷൻ ടു ഡെപ്പോസിറ്റ് സിലിക്കൺ നൈട്രൈഡ് ലെയർ. അപ്പൊ നമ്മളിപ്പോ ഇവിടെ കെമിക്കൽ റിയാക്ഷൻസ് ദാറ്റ് ആർ യൂസ്ഡ് ഇൻ ഡെപ്പോസിറ്റിംഗ് 3 കോമൺ ലെയേഴ്സ് നമ്മൾ പറയുന്നത്. 3 മെൻസിൽ പൊതുവെ യൂസ് ചെയ്യുന്ന 3 ഡെപ്പോസിഷൻ ലെയറുകളാണ് സിലിക്കൺ ഡയോക്സൈഡ് ലെയർ, സിലിക്കൺ നൈട്രൈഡ് ലെയർ, അതുപോലെ തന്നെ പോളി ക്രിസ്റ്റലൈൻ സിലിക്കൺ ലെയർ. അപ്പോൾ നമുക്കൊരു സബ്സ്ട്രേറ്റ് എലമെന്റ് തന്നിട്ട് അതിൽ നിങ്ങളോട് പറയാണ് ഈ സബ്സ്ട്രേറ്റിന്റെ മുകളിൽ സിലിക്കൺ ഡയോക്സൈഡിന്റെ ലെയർ ഫോർമേഷൻ നടത്തണം, അതിനാവശ്യമായ തിയറി എക്സ്പ്ലെയിൻ ചെയ്യണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ചെയ്യേണ്ടത് എന്താണ് ഈ കെമിക്കൽ വേപ്പർ ഡെപ്പോസിഷൻ എന്നുള്ളത് ജനറൽ ആയിട്ട് പറയേണ്ടി വരും. അതിനുശേഷം ഈ പർട്ടിക്കുലർ ലെയർ സിലിക്കൺ ഡയോക്സൈഡിന്റെ ലെയർ കിട്ടാൻ ആവശ്യമായ മെറ്റീരിയൽസ് എന്തൊക്കെയാണ്, അല്ലെങ്കിൽ കരിയർ ഗ്യാസ് ഏതാണ്, അപ്പൊ ഏത് കരിയർ ഗ്യാസുമായിട്ട് മിക്സ് ചെയ്ത് കഴിഞ്ഞാലാണ് ഈ സിലിക്കൺ ഡയോക്സൈഡിന്റെ ഡെപ്പോസിഷൻ നടക്കുക, അങ്ങനെയാണെങ്കിൽ ആ ഡെപ്പോസിഷൻ നടക്കുന്ന ആ കെമിക്കൽ റിയാക്ഷന്റെ ഇക്വേഷൻ എന്താണ്, ഇതൊക്കെയാണ് നമ്മൾ ഇനി പറയാൻ പോകുന്നത്. അപ്പൊ ഈ 3 ലെയറുകളെ പേര് ഓർത്ത് വെക്കുക. നോർമലി CVD ഉപയോഗിച്ചുകൊണ്ട് ഇത് മാത്രമൊന്നുമല്ലേ, പക്ഷെ നമുക്ക് ഒരു ട്രഡീഷണൽ വ്യൂവിലുള്ള മെൻസിന്റെ ട്രഡീഷണൽ വ്യൂ നോക്കുകയാണെങ്കിൽ ഏറ്റവും ബേസ് ആയിട്ടുള്ള ലെയർ ഫോർമേഷനിൽ വരുന്നതാണ് സിലിക്കൺ ഡയോക്സൈഡ് ലെയർ ഫോർമേഷൻ, സിലിക്കൺ നൈട്രൈഡ് ലെയർ ഫോർമേഷൻ, ദെൻ പോളി ക്രിസ്റ്റലൈൻ സിലിക്കൺ ലെയർ ഫോർമേഷൻ. ഈ 3 ലെയറും ഫോം ചെയ്യുന്നത് എങ്ങനെയാണ്, അതിൽ വരുന്ന കെമിക്കൽ റിയാക്ഷൻ എന്താണ്, അതാണ് ഇനി നമ്മൾ പറയുന്നത്. ഇപ്പൊ ഫസ്റ്റ് സിലിക്കൺ ഡയോക്സൈഡ് SiO2. നമുക്ക് SiO2 ലെയർ ആണ് നമ്മുടെ സബ്സ്ട്രേറ്റിന്റെ മുകളിൽ ഡെപ്പോസിറ്റ് ചെയ്യുന്നത്. അപ്പൊ അതിനു വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന റിയാക്ടന്റ് ഏതാണ്, അതാണ് ഇവിടെ പേര് കുറച്ച് കൊടുത്തിട്ടുള്ളത്. SiCl4, SiBr4, SiH4. ഇതാണ് നോർമലി നമ്മൾ ഉപയോഗിക്കുന്ന റിയാക്ടന്റ്. അതിനുവേണ്ടി ഉപയോഗിക്കുന്ന കരിയർ ഗ്യാസുകൾ O2 ഓക്സിജൻ ഗ്യാസ് ഉപയോഗിക്കും. NO ഏതാ, എന്താ NO? നൈട്രസ് ഓക്സൈഡ്. NO2 നൈട്രജൻ ഓക്സൈഡ് അങ്ങനെ നൈട്രജൻ ഡയോക്സൈഡ്. CO2 കാർബൺ ഡയോക്സൈഡ്. ഓക്കെ, അപ്പോ നമുക്ക് ഡെപ്പോസിറ്റ് ചെയ്യേണ്ടുന്നത് SiO2 ലെയർ ആണെങ്കിൽ നമ്മൾ അവിടെ ഉപയോഗിക്കുന്ന കെമിക്കൽ റിയാക്ടന്റ് എന്ന് പറയുന്നത് ഈ പറയപ്പെട്ട 4 എണ്ണത്തിൽ ഏതെങ്കിലും ഒന്നാണ്. SiCl4 എന്ന് വെച്ചാൽ സിലിക്കൺ ടെട്രാക്ലോറൈഡ്, SiBr4 എന്ന് വെച്ചാൽ സിലിക്കൺ ടെട്രാബ്രോമൈഡ് എന്ന് പറയും, അതേപോലെ തന്നെ ടെട്രാബ്രോമൈഡ് സിലൈൻ എന്ന് പേര് പറയും. SiH4 എന്ന് വെച്ചാൽ അതിന്റെ കോമൺ നെയിം എന്ന് പറയുന്നത് SiLANE സിലൈൻ. SiH4ന്റെ നെയിം ഇത് ഓർമ്മ വേണേ, ഇതാണ് മോസ്റ്റ് ഓഫ് ദ കേസിലും നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്നത്. സിലൈൻ എന്ന് പറയുന്ന കോമ്പൗണ്ട് ഉണ്ട്. SiH2Cl2 എന്ന് വെച്ചാൽ ഡൈക്ലോറോസിലൈൻ. SiH2Cl2 ഡൈക്ലോറോസിലൈൻ. ഇപ്പോൾ സിലിക്കൺ ഡയോക്സൈഡിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന റിയാക്ടൻസ് ഇതാണ്. അതിനുവേണ്ടി ഉപയോഗിക്കുന്ന കരിയർ ഗ്യാസ് O2, NO, NO2, CO2 വിത്ത് H2. അപ്പോൾ ഏതെങ്കിലും ഒരു റിയാക്ടന്റും ഏതെങ്കിലും ഒരു കരിയർ ഗ്യാസും വെച്ചിട്ടുള്ള ഒരു എക്സാമ്പിളും കൂടി നമ്മൾ പറഞ്ഞാൽ നമുക്ക് ഇത് കംപ്ലീറ്റ് ആവുള്ളൂ. അപ്പോൾ നമുക്ക് നോക്കാം. നമുക്ക് കിട്ടേണ്ടത് SiO2 ആണ്. അപ്പൊ ഞാനിവിടെ ഈ സിലൈനാണ് എടുത്തത്, റിയാക്ടന്റ് ആയിട്ട് സിലൈനും എടുത്തു, കരിയർ ഗ്യാസുമായിട്ട് ഓക്സിജൻ കൊടുത്തു. ഇതാ ഇവിടെ നിങ്ങൾ അതിന്റെ ഇക്വേഷൻ കാണാം, SiH4 + O2. ഇതിന്റെ രണ്ടിന്റെയും മിക്സ്ചറിനെ നേരത്തെ നമ്മൾ കണ്ട ഫിഗറിലുള്ള റിയാക്ടന്റിന്റെ അകത്തേക്ക് നമ്മൾ അയക്കുന്നു. അപ്പൊ നമ്മുടെ സബ്സ്ട്രേറ്റിന്റെ അവിടെ എത്തുമ്പോഴേക്കും സബ്സ്ട്രേറ്റിന്റെ ചൂട് കാരണം അവിടെ കെമിക്കൽ റിയാക്ഷൻ നടക്കും. ആ റിയാക്ഷൻ ആണ് ഇവിടെ കാണിച്ചിട്ടുള്ളത്. SiH4 + O2 റിയാക്ഷൻ നടന്നിട്ട് എന്താവും, SiO2 + 2H2 ആവും. ഈ SiO2 എന്താവും, നമ്മുടെ സബ്സ്ട്രേറ്റിന്റെ മുകളിൽ ഡെപ്പോസിറ്റ് ചെയ്യും. H2 ഹൈഡ്രജൻ ഗ്യാസ് എന്ത് ചെയ്യും, നമ്മുടെ വെന്റ് വഴി പുറത്തേക്ക് പോകും. ഇതിലെ H2 അങ്ങ് പോകും, 2H2 ഇവിടെ ഇതിലെ അങ്ങ് പോകും. SiO2 നമ്മുടെ സർഫസിൽ ഡെപ്പോസിറ്റ് ചെയ്യും. നമ്മൾ ഇതിന്റെ ഉള്ളിലേക്ക് അയച്ചത് ആരൊക്കെയായിരുന്നു, സിലൈൻ, ദാറ്റ് ഈസ് SiH4ഉം ഓക്സിജൻ ഗ്യാസും കൂടിയിട്ട് മിക്സ് ചെയ്തിട്ട് ഉള്ളിലേക്ക് അയച്ചു. അപ്പൊ ഇവിടെ ഈ സബ്സ്ട്രേറ്റിന്റെ ടെമ്പറേച്ചർ കാരണം ഒരു കെമിക്കൽ റിയാക്ഷൻ നടന്നപ്പോൾ SiO2 അവിടെ ബാക്കിയായി, H2 ഗ്യാസ് പുറത്തേക്ക് പോയി.
അപ്പോൾ ഇതാണ് ഒന്നാമത്തെ സിലിക്കൺ ഡയോക്സൈഡ് ലെയറിന്റെ ഫോർമേഷന് വേണ്ടിയിട്ട് പറഞ്ഞത്. ഉപയോഗിക്കുന്ന റിയാക്ടൻസിനെ പറ്റി പറഞ്ഞു, കരിയർ ഗ്യാസിനെ പറ്റി പറഞ്ഞു. ഇനി ഇത് നടക്കണമെങ്കിൽ റെസിസ്റ്റൻസ് ഹീറ്റർ പോലുള്ള എലമെന്റിനകത്ത് വെച്ചിട്ടാ ചെയ്യാന്ന് പറഞ്ഞു. അപ്പൊ നമ്മള് സബ്സ്ട്രേറ്റിന് ഒരു ടെമ്പറേച്ചർ കൊടുക്കണം. ആ ടെമ്പറേച്ചർ റേഞ്ചും കൂടി ഇവിടെ പറഞ്ഞിട്ടുണ്ട്. ദാറ്റ് ഈസ് 400 to 500 ഡിഗ്രി സെൽഷ്യസിൽ ചൂടാക്കിയാൽ മാത്രമേ അവിടെ കെമിക്കൽ റിയാക്ഷൻ നടക്കുള്ളൂ. ബിലോ 400 ആണ് ടെമ്പറേച്ചർ എങ്കിൽ നമ്മൾ ഈ ഗ്യാസ് പാസ് ചെയ്താലും അവിടെ കെമിക്കൽ റിയാക്ഷൻ നടക്കുകയില്ല, ഡെപ്പോസിഷൻ നടക്കില്ല. സോ കെമിക്കൽ റിയാക്ഷൻ ടേക്സ് പ്ലേസ് ഇൻ എ ടെമ്പറേച്ചർ റേഞ്ച് ഓഫ് 400 to 500 degree Celsius with an activation energy about around 0.4 electron volt. അത് നമുക്ക് ഈ ടെമ്പറേച്ചർ റേഞ്ചെങ്കിലും അറ്റ്ലീസ്റ്റ് ഓർത്ത് വെക്കുക. 400 to 500 degree Celsius. SiO2 ഉപയോഗിക്കുന്ന റിയാക്ടൻസിന്റെ പേരും കരിയർ ഗ്യാസിന്റെ പേരും മറന്നുപോകരുത്. ഒരു ലെയർ ഫോർമേഷൻ പറഞ്ഞു, ഇനി 2 ലെയർ ഫോർമേഷൻ കൂടി ഉണ്ട്. നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ പറയാം. പെട്ടെന്ന് അറ്റൻഡൻസ് പറയോ? നമ്പർ 1 Present, sir. 2 Present, sir. 3 Present, sir.